ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനുള്ള നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡിലെ 8 ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നത്. ഇതിൽ നിലവിൽ സർവീസിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. നിയമോപദേശം തേടിയ ശേഷമാണ് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത്. ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും നിയമവിരുദ്ധമായി സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിസ്തീർണം തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനാണ് ബോർഡിന്റെ തീരുമാനം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ബോർഡിന് അധികാരമില്ലെന്നാണ് മുൻ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ മറുപടി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A പത്മകുമാറിനെയും N മാസുവിനെയും വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ട്. മുരാരി ബാബുവിനെയും സുധീഷിനെയും KS ബൈജുവിനെയും കസ്റ്റഡിയിലെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം വരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന കണക്കൂട്ടലിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മീഡിയ 1 തിരുവനന്തപുരം.